മേട്ടുപുറം പള്ളിയിലേക്കുള്ള ഒരു യാത്രയാണ്. അതിമനോഹരമായ സ്ഥലം തന്നെയാണ്. കാണുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കായംകുളത്ത് നിന്നും 18 കിലോമീറ്റർ കഴിഞ്ഞ് ആദികാട്ട് കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഉച്ച സമയമായപ്പോൾ എത്തിയിട്ടുണ്ട്. അത് മലമുകളിലാണ് ഈ പള്ളി ഉള്ളത്. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന സമയത്ത് ഉച്ച സമയത്തായത് കൊണ്ടാണ് ആൾക്കാരൊക്കെ തീരെ കുറവാണ്. അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് നേർച്ച കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ആ പള്ളിയുടെ സൈഡ് വാക്കിന് ചെറിയ കടകളും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ തിരി, എണ്ണ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ പള്ളിയിലേക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കവിടെ വിളക്കുണ്ട്. അവിടെ വിളക്ക് കത്തിച്ച് എണ്ണ വീത്തി കത്തിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഉപ്പാര ഖബറടമാണ് സയ്യദുൽ മെഹറാനുൽ ഖാദിരി വലിയുള്ളാഹി ഉപ്പാടെ ഖബറാണ്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ വന്ന അതിന്റെ നേർച്ചകളൊക്കെ ഏകദേശം നമുക്ക് ഇവിടുത്തെ നേർച്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ബാക്ക് സൈഡില് പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നേർച്ച ചെയ്യാനുള്ള സ്ഥലമുണ്ട്. തിരി കത്തിച്ച് വെച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫലമുണ്ട്. നാനാജാത മതവ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും വന്നിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി തന്നെയാണ് മേട്ടുപ്പുറം പള്ളി. വിളിച്ചാ വിളിപ്പുറത്തുള്ള ഉപ്പായാണ്. അപ്പൊ ഇവിടുത്തെ മരം എന്ന് പറഞ്ഞാൽ ഖബറോട് ചേർന്ന് കിടക്കുന്ന തണല് മരമാണ്. ഈ തണല് മരത്തിന്റെ പേര് ഇടഞ്ഞ മരം എന്നാണ്. അപ്പൊ ഇവിടുത്തെ മരത്തിലെ ഇല ആൾക്കാരെല്ലാം വാങ്ങിച്ച് ചീരണിയായിട്ട് കൊണ്ടുപോകാറുണ്ട്. എല്ലാ അസുഖത്തിനും എല്ലാ രോഗശമനത്തിനും വേണ്ടി ഈ ഇലകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുമാണ്. നല്ല മരുന്ന് ഇല എന്നാണ് ഇതിന്റെ പറയുന്നത്. അപ്പൊ ഇടഞ്ഞ മരം എന്ന പേരുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ എല്ലാ സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാർ വന്നു പോകാറുള്ള പള്ളിയാണ്. ടൂറിസ്റ്റ് വണ്ടിയൊക്കെ വെച്ച ആൾക്കാർ ഒരുപാട് പേര് വരുന്ന പള്ളിയാണിത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങളെ നേർച്ച കടങ്ങളൊക്കെ ഏകദേശം തീർത്തു. അപ്പോൾ ഇവിടെ തിരിയൊക്കെ കത്തിച്ച് നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉപ്പാടെ അനുഗ്രഹം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ തിരി കത്തിക്കുന്ന സമയത്ത് തിരി കവറിൽ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കല്ലൊക്കെ ഇട്ട് ആൾക്കാർ ഇവിടെ കെട്ടിവെച്ച് അവരെ അസുഖങ്ങൾക്കായാലും എന്തിനായാലും കെട്ടിവെച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നാളുകളായി വരണം എന്ന് പറഞ്ഞ് വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ വലിയ ഒരു കാര്യമാണ്. അങ്ങനെ ഇവിടെ പള്ളിയുടെ ബാക്ക് സൈഡ് നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാ കാര്യവും അടങ്ങിയിട്ടുള്ള പള്ളിയാണ് മേട്ടുപ്പുറം പള്ളി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.